ചെമ്പ്ര വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, വനം വകുപ്പിൽ ഇത് വലിയ ക്രമക്കേടാണ്. ചെറിയ സാമ്പത്തിക തട്ടിപ്പല്ല നടന്നിരിക്കുന്നത്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. ഈ സാമ്പത്തിക തട്ടിപ്പ് നിർത്തലാക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് 2009 ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് നൽകിയ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, ഞാൻ 5 ടിക്കറ്റ് മെഷീൻ നൽകി. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ തെളിവെടുക്കുന്നതിന്റെ ഭാഗമായി സീസ് ചെയ്ത രേഖകൾ പ്രകാരം 3 ഉള്ളൂ. അപ്പൊ കളവായ രേഖയല്ലേ, സ്റ്റേറ്റ്മെന്റ് അല്ലേ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്? അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലേ ഇയാളെ റിട്ടയർ ചെയ്ത ആളെ തന്നെ FDAയിൽ നിയമിക്കുന്നത്? ഈ FDA എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും VSSന്റെ ഒരു കോൺഫെഡറേഷൻ ആണ്. നമസ്കാരം. വയനാട്ടിലെ ചെമ്പ്ര പീക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. എന്നാൽ വയനാട്ടിലെ ചെമ്പ്ര പീക്കുമായി ബന്ധപ്പെട്ട നിരവധി അഴിമതി ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ടിക്കറ്റ് മെഷീൻ നിലനിൽക്കെ തന്നെ ടിക്കറ്റ് മെഷീൻ ഉപയോഗിക്കാതെ മാനുവലായിട്ട് ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് നൽകുകയും അതുവഴി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണം നിലനിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച വിജിലൻസ് അന്വേഷണവും നടത്തിയിരുന്നു. ഇപ്പോൾ ആ വിജിലൻസിന്റെ അന്വേഷണത്തിനകത്തും അതിനകത്ത് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിനകത്തും ക്രമക്കേടുണ്ടെന്ന് ആരോപിക്കുകയാണ് DCC ജനറൽ സെക്രട്ടറി ഷാജർ റാഫത്ത്. നമ്മളോടൊപ്പം DCC ജനറൽ സെക്രട്ടറി ഷാജർ റാഫത്ത് ഉണ്ട്. ഇപ്പം വിജിലൻസിന്റെ റിപ്പോർട്ടിനെതിരായിക്കൊണ്ടും ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്, അല്ലെ? എന്താണ് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനം? ചെമ്പ്ര വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. അത് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച പരാതി അദ്ദേഹം വയനാട് കലക്ടർക്ക് അന്വേഷണത്തിന് വേണ്ടി അയച്ചു കൊടുക്കുകയും വയനാട് കലക്ടർ ഫിനാൻസ് ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡിനെ അയക്കുകയും ചെയ്തു. അവര് മിന്നൽ പരിശോധന നടത്താം. ആ മിന്നൽ പരിശോധന നടത്തിയപ്പോൾ മാത്രമാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി നൽകി ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ ഫോറസ്റ്റിന്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫ്ലൈയിങ് സ്ക്വാഡ് അന്വേഷണം നടത്തി 17 ഉദ്യോഗസ്ഥന്മാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. അതേ തുടർന്ന് ആ ഫയല് വനംവകുപ്പ് പിടിച്ചു വെച്ചതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട K. ബാബു MLA നിയമസഭയിൽ ഉൾപ്പെടെ ചോദ്യം ഉന്നയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാമെന്ന് നമ്മുടെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞതുമാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, വനം വകുപ്പിൽ ഇത് വലിയ ക്രമക്കേടാണ്. ചെറിയ സാമ്പത്തിക തട്ടിപ്പല്ല നടന്നിരിക്കുന്നത്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. ഇപ്പൊ നമുക്ക് വനം വകുപ്പിലുണ്ടല്ലോ, ഹരിശ്ചന്ദ്രന്റെ വേഷം കെട്ടും വീരപ്പന്റെ സ്വഭാവമായിരിക്കും. അപ്പൊ ഹരിശ്ചന്ദ്രന്റെ വേഷം കെട്ടുന്ന വീരപ്പന്റെ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥന്മാരെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ വിജിലൻസിന് ഞാൻ പരാതി കൊടുത്തപ്പോ ആ വിജിലൻസ് അന്വേഷണം നടത്തിയിരിക്കുന്നത് ഭാഗികമായിട്ടാണ്. അവർക്ക് താല്പര്യമുള്ളത് മാത്രം അവർ അന്വേഷണം നടത്തിയിരിക്കുക. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, വിജിലൻസിന്റെ ഡയറക്ടർ ഉണ്ട് ബഹുമാനപ്പെട്ട മനോജ് അബ്രഹാം സാറ് പറഞ്ഞു വനം വകുപ്പിൽ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്നോ അതിനെതിരെ പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന്. ഞാൻ നൽകിയ പരാതി മീനങ്ങാടി DYSP അന്വേഷിച്ച് ഷാജി വർഗീസ് അന്വേഷണം നടത്തിയിട്ട് എന്ത് അന്വേഷണം അദ്ദേഹം നടത്തിയത്? ഞാൻ കൊടുത്ത രേഖകൾ ഞാൻ അദ്ദേഹത്തിനോട് ഒപ്പിട്ട് മേടിച്ചിരിക്കുക. ആ രേഖകളൊന്നും പരിഗണിക്കാതെ ഏകപക്ഷീയമായി ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് വിജിലൻസ് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ എന്തു നടക്കൂലേ? അപ്പൊ സാധാരണക്കാരൻ പരാതി കൊടുക്കാൻ അതുകൊണ്ടാണ് മടിക്കുന്നത്. അപ്പം മനോജ് അബ്രഹാം സാർ പറയുന്നു വനം വകുപ്പിൽ വ്യാപകമായ അഴിമതി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിന് പരാതി ലഭിച്ചാൽ നടപടി എടുക്കുമെന്ന് പറയുന്നു. പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വെള്ളപൂശുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്റെ പരാതി എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഇപ്പൊ ഞാൻ പറയുന്നു, അതിൽ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ദിനേശ് കുമാർ. ഈ ദിനേശ് കുമാർ DFO സൗത്ത് വയനാട് DFO ആയിരിക്കുന്ന സമയത്താണ് ചെമ്പ്ര വനസംരക്ഷണ സമിതിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സാബു സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിനെ തുടർന്ന് പിടിക്കപ്പെടുന്നത്. ആ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിനെ പുറത്താക്കാൻ പോലും ഇദ്ദേഹം തയ്യാറാവാത്തതിനെ തുടർന്ന് വയനാട് കലക്ടർക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് മാത്രമാണ് അദ്ദേഹം പുറത്താക്കിയത്. അത് 2011. അതിനുശേഷം അവിടെ എന്ത് വന്നു? ടിക്കറ്റ് മെഷീൻ വന്നു. അതുവരെ ഒരു മാനുവൽ ടിക്കറ്റാണ് ഉപയോഗിച്ച് വന്നത്. അതായത് ഈ സാമ്പത്തിക തട്ടിപ്പ് നിർത്തലാക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് 2009 ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻ കൃത്യമായി പറയുന്നുണ്ട്,
അപ്പോൾ ആ സാമ്പത്തിക തട്ടിപ്പ് നിർത്തുന്നതിന് വേണ്ടി 5 ടിക്കറ്റ് മെഷീൻ നൽകിയപ്പോ ഈ ദിനേശ് കുമാർ ഒരെണ്ണം നൽകിയത് 2012 പിന്നെ മാനുവൽ ടിക്കറ്റ് ഉപയോഗിക്കുന്നു. മാനുവൽ ടിക്കറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വനം വകുപ്പ് പറയുന്നു. അപ്പൊ എന്തിനാണ് മാനുവൽ ടിക്കറ്റ് ഉപയോഗിക്കുന്നത്? അങ്ങനെ ഒരു 5 ടിക്കറ്റ് മെഷീൻ നൽകുമ്പോൾ എന്തിനാ ഒരെണ്ണം നൽകുന്നത്? പിന്നെ പുള്ളി നൽകിയിരിക്കുന്നത് 2013 ഒരെണ്ണം, പിന്നെ 2013 ഒരെണ്ണം. പക്ഷെ അദ്ദേഹം വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് നൽകിയ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഞാൻ 5 ടിക്കറ്റ് മെഷീൻ നൽകി. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ തെളിവെടുക്കുന്നതിന്റെ ഭാഗമായി സീസ് ചെയ്ത എന്തുണ്ട് രേഖകൾ പ്രകാരം 3 ഉള്ളൂ. അപ്പൊ കളവായ രേഖയല്ലേ, സ്റ്റേറ്റ്മെന്റ് അല്ലേ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്? പിന്നെ പറയുന്നത് എന്താ, അവിടെ ഒരു വനം വകുപ്പിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്തിരിക്കുന്ന പ്രഭാകരനെ നിയമിച്ചു. ഞാൻ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. പക്ഷെ അതുകൊണ്ട് മാത്രമായോ? പക്ഷെ അദ്ദേഹത്തിന് കൊടുത്ത ശമ്പളം എവിടെ? എത്ര അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുണ്ട്. ആർക്കെങ്കിലും ഒരു ജോലി കൊടുത്താൽ അവർക്കൊരു ജോലി കിട്ടില്ലേ? അപ്പോ അതൊന്നും നോക്കാതെ റിട്ടയർ ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ ശ്രീ പ്രഭാകരനെ തന്നെ അവിടെ നിയമിച്ചിരിക്കുക. ഈ പ്രഭാകരന്റെ സ്വത്ത് വിവരം വിജിലൻസ് എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല? അയാളെയും അയാളെ മക്കളെയും ഭാര്യന്റെ പേരുള്ള സ്വത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഈ ഇവരെ ബിനാമി പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വിരമിച്ചതിന് ശേഷം നിയമിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഞാൻ അതിലേക്കാണ് വരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പൊതുമേഖലാ സ്ഥാപനത്തിൽ പോലും നിയമിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അപ്പോ ഇവിടെ ദിനേശ് കുമാർ പറഞ്ഞിരിക്കുന്നത് എന്താ? FDA തീരുമാനിച്ചു. FDA അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. FDA അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് FDA അയച്ചു കൊടുത്ത് അനുമതി വാങ്ങിയതിന് ശേഷം പത്രത്തിൽ പരസ്യം കൊടുക്കണം. ഇവിടെ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടില്ല. ഇവിടെ ഇന്റർവ്യൂ അവരാണ് നടത്തിയത്, പ്രഭാകരൻ ഇന്റർവ്യൂ നടത്തുന്നത്. എന്തിനാ? ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലേ? ഇയാളെ റിട്ടയർ ചെയ്ത ആളെ തന്നെ FDA നിയമിക്കുന്നത്. ഈ FDA എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? VSSന്റെ ഒരു കോൺഫെഡറേഷൻ ആണ്. ദിനേശ് കുമാർ സൗത്ത് വയനാട് DFO ആവുമ്പോ 1 വർഷം മാത്രമാണ് ഒരു FDA ഓഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത്. പിന്നെ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല. FDA ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല. VSSന്റെ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല. അപ്പം എന്നിട്ട് ഇവിടെ വിജിലൻസിന് കൊടുത്തിരിക്കുന്നത് എന്താ? വിജിലൻസിന് കൊടുത്തിരിക്കുന്നത് VSSന്റെ എക്സ്പെൻഡിച്ചേഴ്സ് ഓഡിറ്റ് ചെയ്യണമെന്നുള്ള ഉത്തരവ് വനം വകുപ്പ് ഇറക്കിയിട്ടില്ല. ഞാൻ തന്നല്ലോ ഉത്തരവ്. അതേപോലെ തന്നെ ഞാൻ തന്നല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ പാടില്ല എന്നുള്ള സർക്കാരിന് ഉത്തരവ് തന്നല്ലോ. 5 മെഷീൻ ഇദ്ദേഹം കൊടുത്തിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തരവ് ഞാൻ തന്നല്ലോ. അപ്പൊ ഈ രേഖകൾ ഞാൻ വിജിലൻസിന് കൊടുത്തിട്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഇത് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ പരാതിയുമായി മുന്നോട്ട് വരിക? അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനെതിരെ ശ്രീ ദിനേശ് കുമാർ DFOക്കെതിരെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുക. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരായി കളവായ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ IPC പ്രകാരം 181 പ്രകാരം കുറ്റക്കാരനാണ്. അത് പ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ പോവുക. അതിൽ ഈ വിജിലൻസ് DYSPയെ ഞാൻ സാക്ഷിയാക്കുന്നില്ല. അദ്ദേഹം റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, അദ്ദേഹം വന്ന് പറയട്ടെ അവിടെ. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ വനം വകുപ്പിനെതിരെ പരാതി കൊടുത്തിട്ടുമൊന്നും യാതൊരു കാര്യം വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ മനോജ് അബ്രഹാം സാറിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ സത്യസന്ധത വല്ലതുമുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂ കാണുന്ന ആളുകൾക്ക് മുമ്പാകെ ഞാൻ വെക്കുന്ന രേഖകൾ പരിശോധിച്ച് നടപടിയെടുക്കണം. ആ നടപടി എടുക്കാൻ വേണ്ടിയുള്ള തന്റെ ഇടം സാർ കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് എത്തിച്ചേരേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ആരോപണം ശരിയാണെങ്കിൽ ഇത്തരത്തിൽ വകമാറ്റിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് സംബന്ധിച്ച് എന്തുകൊണ്ടായിരിക്കും, കാരണം സർക്കാരിനാണ് ഭീമമായ നഷ്ടം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം പരാതികൾ ഉണ്ടായിട്ടും വേണ്ടത്ര നടപടി എടുക്കാത്തത്? ഈ പരാതികൾ ഉണ്ടായിട്ട് പോലും നടപടി എടുക്കാത്തത് പറഞ്ഞാൽ ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ നൽകിയ പരാതിയിൽ ഒരു DYSP കൊടുത്ത റിപ്പോർട്ട് കണ്ടാൽ നിങ്ങൾ എന്താ പറയാ? പിന്നെ ആരത് പരാതി ഇട്ട് വരാം? ഒരു പരാതി കൊടുത്ത ഒരു പൊതുപ്രവർത്തകന്മാർ ഈ CRPC തന്നെ പറയുന്നുണ്ട് എന്ത് പൊതുപ്രവർത്തകന്മാർക്ക് ഇടപെടാമെന്ന്. അങ്ങനെ ആ രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത പരാതിയാണ്. ആ പരാതിയിൽ പോലും തെളിവ് സഹിതം നൽകിയിട്ട് ഒരു നടപടിയും സ്വീകരിക്കാതെ വരുമ്പോ ഉദ്യോഗസ്ഥന്മാർക്ക് ധൈര്യം കൂടുകയല്ല ചെയ്യുക. എന്താ, ഞങ്ങളെ പേരിൽ ഒരു നടപടി എടുക്കുകയില്ല. അപ്പൊ ഇത് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നാൽ മാത്രമേ ഈ വനം വകുപ്പിലെ ഈ ഹരിശ്ചന്ദ്രന്മാര് എന്ന വേഷം കെട്ടുന്നവരെ ഈ വീരപ്പന്മാരായി ചമയുന്ന
ആളുകളുടെ മുഖം വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇത്തരത്തിൽ വയനാട് സൗത്ത് DFO ആയിരുന്ന ഉദ്യോഗസ്ഥനെതിരെ അടക്കം DCC ജനറൽ സെക്രട്ടറി ഷാജർ റാഫത്ത് ഉന്നയിച്ചിരിക്കുന്നത്. മാനുവലായി ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് നൽകിയതിലൂടെ സർക്കാരിലേക്ക് എത്തിച്ചേരേണ്ട കോടിക്കണക്കിന് രൂപയിലാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. അതും ഏകദേശം 2014 മുതൽ 2021 വരെയുള്ള വർഷങ്ങളിൽ ഇത് തുടർന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ രീതിയിലാണെങ്കിൽ ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സർക്കാരിന് ഇതുവഴി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്തൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ അവർക്കെതിരായിക്കൊണ്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.